ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾ, അതായത് 28 പാർട്ടികളുടെ കൺസോർട്ടിയം 2024 ഇലക്ഷനിൽ ഇൻ കേസ് മോദിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്. അപ്പം അതിൻ്റെ താഴെ വളരെയധികം പേര് വന്ന് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതായത് എന്ത് ഡെവലപ്മെൻറ്റാണ് ഇന്ത്യയിൽ ഉണ്ടായത്. അപ്പം അതിനുള്ള ഉത്തരവാണ് ഈ വീഡിയോയിൽ തരുവാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊന്നും കേരളത്തിൽ ആരും പറയുന്നുമില്ല, ഡിബേറ്റ് ആകുന്നുമില്ല. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പം എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന ഇന്ത്യ എന്താണ്. അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് 30 വർഷത്തെ നോർത്ത് ഇന്ത്യൻ ജീവിതമാണുള്ളത്. അത് ജേർണലിസ്റ്റായിട്ടുള്ള ജീവിതമാണുള്ളത്. ഇന്ത്യയിൽ ഏകദേശം 70 മുതൽ 80% ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുള്ള ജില്ലകളിൽ ഞാൻ പോയിട്ടുണ്ട്. കാരണം അതൊരു വലിയ കാര്യമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സഞ്ചാരമാണ് ഇഷ്ടപ്പെട്ടത്. റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 19 എലക്ഷൻ, അസംബ്ലിയും ലോക്സഭയും ഉൾപ്പെടെ വിവിധ സ്റ്റേറ്റുകളിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതൊരു റിച്ച് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി താമസിക്കുക, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അതെൻ്റെ ഒരു ശീലമായിരുന്നു. കാരണം ഐ ലവ് ഇറ്റ്. കാരണം എനിക്കതിനകത്ത് ഭയങ്കരമായിട്ട് റിജുവിനേഷനും കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും നേരിട്ട് പഠിക്കുവാനും സാധിക്കും. ഈ 19, 20 എലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വളരെ പെയിൻ എടുത്തുള്ള ട്രാവലിംഗ് ഒക്കെയാണ് ഗ്രാമപ്രദേശങ്ങളിൽ പോകുന്നത്. ഇപ്പം ചില സന്ദർഭങ്ങളിൽ ചിലപ്പം ജേർണലിസത്തിലില്ലാത്ത ചില ഫ്രണ്ട്സും എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുമായിട്ട്, കാരണം അവർക്കറിയാം ഞാനിങ്ങനെ പോകും, അത് കഴിഞ്ഞ് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്താണ് പലതും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. കാരണം എനിക്കിന്ന് 53 വയസ്സായി. അതായത് ഇന്ത്യയുടെ ഇപ്പം എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് അന്ന് ടെലിഫോണില്ല, ടാറിട്ട റോഡ് എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിലോ ടാറിട്ട റോഡല്ല, മറ്റേ ഈ വെറുതെ ഒരു പച്ച വഴി എന്ന് പറയത്തില്ല, അതേപോലെ റോഡ് മണ്ണിട്ട റോഡാണ്. അപ്പം ടെലിഫോണില്ല, മണ്ണിട്ട റോഡ്, ബസ്സില്ല. അപ്പം അവിടുന്ന് ഒരു ഗ്രാമപ്രദേശത്തു നിന്നും ജനിച്ച് വളർന്ന ഒരുത്തനാണ് ഞാൻ. അപ്പം എനിക്കിപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ ടെലിഫോൺ ഉണ്ടായതും ഇവിടെ സിവിൽ ഏവിയേഷൻ റവല്യൂഷൻ ഉണ്ടായതും ഇതൊക്കെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടതാണ്. അപ്പം അതായത് അതില്ലാത്തൊരു സമയവും അതുണ്ടായ സമയവും ഇപ്പം ഇന്ത്യ അപ്പം വളരെ അടുത്ത് നോക്കി പഠിക്കുവാൻ എനിക്ക് ഇട വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, നിങ്ങൾ ട്രെയിനിലൊക്കെ പോകാൻ നേരത്ത് ഈ തമിഴ്നാടും മറ്റുള്ള സ്റ്റേറ്റിലോട്ടൊക്കെ തീവണ്ടി കയറുമ്പോൾ രാവിലെ കാണുന്നൊരു സീനാണ്. അതായത് രാവിലെ അപ്പിയിടാൻ റെയിൽവേയുടെ 2 ലൈനിലും ആൾക്കാർ വന്ന് ക്യൂ ആയിട്ട് ഇരിക്കുന്നത്. ആ സീൻ നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം, കണ്ടവർക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഒരു ചോദ്യമാണ്, നിങ്ങൾ ആ സീൻ ഇന്ന് കാണുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അതേപോലെ വിദേശ മാധ്യമങ്ങളും ടെലിവിഷനും ഒക്കെ ഇന്ത്യയെ പറ്റി എന്തെങ്കിലും ഒരു സ്റ്റോറി, അതായത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം കാണിക്കുന്നത് റെയിൽവേ പാലവും അപ്പിയിടാൻ വരുന്ന മനുഷ്യർ മൊന്തയിലും കപ്പിലും മഗ്ഗിലും വെള്ളവുമായിട്ട് പോകുന്നതാണ്. അത്ര മോശമായ രീതിയിലാണ് ഇന്ത്യയെപ്പറ്റി വിദേശ രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയെപ്പറ്റി കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി എനിക്കുമായിട്ട് ബന്ധപ്പെട്ട എലക്ഷൻ അനുഭവം പറയാം. അതായത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൊക്കെ ബീഹാറിലും യു പിയിലും ഒക്കെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ, രാജസ്ഥാൻ ഉൾപ്പെടെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ, വെസ്റ്റേൺ ഇന്ത്യ ഇൻക്ലൂഡിങ് ഗുജറാത്ത് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും, അപ്പം അകത്ത് കയറിയിട്ട് വൈകുന്നേരം നമ്മൾ 5-6 മണിയാവുമ്പോൾ ഇരുട്ടും. ഇപ്പം ഇരുട്ട് സമയത്ത് വണ്ടിയുടെ ഈ ബൊലോറോ വണ്ടി ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ നേരത്തെ അതിന് മുമ്പ് ജീപ്പായിരുന്നു. അപ്പം അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ റോഡിൻ്റെ 2 വശവും അപ്പിയിടാൻ വന്നിരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാം. ക്യൂ ആയിട്ട് സ്ത്രീകൾ നോക്കിയിരിക്കുന്ന ഇരുട്ട് താഴണം, എന്നിട്ട് അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ സീൻ വളരെ വർഷങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നില്ല. അത് കേരളത്തിലെ കൊരങ്ങന്മാരായ പ്രബുദ്ധ മലയാളിക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്തുവാണ് ഈ ടോയ്ലറ്റ് എന്ന്? കാരണം 60 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഒരു ടോയ്ലറ്റ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തതാണ് കോൺഗ്രസ് പാർട്ടി. ഇതൊക്കെയാണ് എനിക്ക് മോദിയോടുള്ള താല്പര്യം കൂടിയത്. കാരണം ഇങ്ങനൊരു പ്രോജക്റ്റ് മോദി സ്വച്ഛ ഭാരത് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ തന്നെ പരിഹസിച്ച ആളാണ്. ഇയാൾ ഈ പറയുന്നത് നടക്കത്തൊന്നുമില്ല.
കാരണം ഇന്ത്യയിൽ ഇത് ഡീൽ ചെയ്യാൻ വലിയ പാടാണ്. പക്ഷെ അയാളത് നടത്തി കാണിച്ചു തന്നു. മോദി സ്വയമേ ഏറ്റെടുത്ത പ്രോജക്റ്റ്, നല്ലൊരു മന്ത്രിയെയും വെച്ചിട്ട് ഏറ്റവും മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരെയും വെച്ചിട്ട് സ്റ്റേറ്റുമായി കോർഡിനേറ്റ് ചെയ്ത് ഈ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഇനി ആദ്യം ഈ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പല വില്ലേജുകളിൽ പോയി നോക്കി, ആൾക്കാരിത് ഉപയോഗിക്കുന്നില്ല. പിന്നീട് 6 മാസം 7 മാസം കഴിയുമ്പോൾ ആളുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർ അപ്പിയിടാൻ വരുന്ന ചന്തികൾ ഇരിക്കുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല. ആ പച്ച മലയാളത്തിലാണ് പറയുന്നത്, കാരണം അത് പറഞ്ഞാലേ നിനക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഈ വില്ലേജുകളിലൊക്കെ പോയി താമസിക്കാൻ നേരത്ത് അധികം വില്ലേജുകളിലും ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ കറണ്ട് ഇല്ല. അപ്പോൾ അവർ വീടിൻ്റെ പുറത്ത് അവർ ചാർപ്പായി വിരിച്ചു തരും, അവിടെയാണ് ഉറങ്ങുന്നത്. ഇവരുമായിട്ട് ലോഹ്യം, കാരണം അടുത്ത സിറ്റി എന്ന് പറയുന്നത് 50-60 കിലോമീറ്റർ ദൂരെ പോകണം. ഈ പറയുന്ന ഒരുവിധം ക്വാളിറ്റിയുള്ള ഹോട്ടൽസ് ഒന്നുമില്ല. അപ്പോൾ ഇവരുടെ വീട്, കാരണം ഈ ഗ്രാമവാസികളുമായിട്ടൊക്കെ ലോഹ്യമാകും. അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ലൈറ്റ് ഇല്ലാത്ത ഗ്രാമങ്ങളായിരുന്നു ഞാൻ പോയ അധികം ഗ്രാമങ്ങളും. അവർ ഈ മണ്ണെണ്ണയുടെ ചെറിയ വിളക്കുമൊക്കെ വെച്ചാണ് ജീവിക്കുന്നത്. അവിടെയൊക്കെ ഇലക്ട്രിസിറ്റി ലാമ്പ് ഉണ്ടായി. കാരണം ഇലക്ട്രിസിറ്റി ആയിട്ട് ജീവിക്കുന്ന മലയാളിക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പിന്നെ അവിടുത്തെ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവർ ഭർത്താവ് ജോലിക്ക് പോകും, പാടത്ത് കൃഷി പോകും, അല്ലെ കൃഷി ചെയ്യാൻ പോകും. അവരെ ഇടയ്ക്ക് ഭാര്യയുടെ ഈ എപ്പോഴും ഞാൻ അയാളുടെ ഭാര്യയെ, പലരുടെയും ഭാര്യമാരെ നോക്കുമ്പോൾ, കാരണം വീടിന് പുറത്ത് അവർ ചപ്പാത്തി ഇങ്ങനെ ഭൂന്നും പറഞ്ഞ് ഊതിക്കൊണ്ടിരിക്കും 24 മണി. കാരണം ഇത് കത്തുവോ ഈ ഈ വിറകുമൊക്കെ. കാരണം മണ്ണെണ്ണ ഒഴിച്ച് അവിടെ തീ കത്തിക്കാൻ പറ്റത്തില്ല. കാരണം മണ്ണെണ്ണ അവർ ആകെ ഉപയോഗിക്കുന്നത് ഈ വെട്ടം കാണാൻ വേണ്ടിയാണ്, വിളക്ക് കത്തിക്കാൻ വേണ്ടിയാണ്. പിന്നീട് അവർ ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്യൂവലാണ് പശുവിൻ്റെ ഈ എരുമയുടെയൊക്കെ ചാണകം അവരങ്ങ് ഉണക്കിയിട്ട് അതുപയോഗിച്ചാണ് ഇവരെ തീ കത്തിക്കുന്നത്. അവിടെയാണ് ഞാൻ കണ്ടത് ബേസിക്കലി ഇവർക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി. ഈ സ്ത്രീകൾക്ക് കിട്ടിയ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന മോദി കൊടുത്തതാ. ഈ 60 വർഷം ഭരിച്ചിട്ട്, കോൺഗ്രസ് ഭരിച്ചിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചു. അതായത് ഞാൻ ഈ പറയുന്ന ബേസിക് സാധനമാണ് മനുഷ്യൻ്റെ. ഒരു ടോയ്ലറ്റ് ആണെങ്കിലും, ഒരു ഗ്യാസ് ആണെങ്കിലും, ഇലക്ട്രിസിറ്റി ആണെങ്കിലും. പിന്നീട് കണ്ട അടുത്ത സംഭവമാണ് ഈ പറയുന്ന ഗ്രാമവാസികൾക്കെല്ലാം നിങ്ങൾക്കറിയാവുന്ന സംഭവമാണെന്ന്. കാരണം ഇന്ത്യയിൽ എലീറ്റ് ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിനും മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഉള്ളൂ. അത് വലിയ യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ജൻധൻ എന്നും പറഞ്ഞ സംഭവം കൊണ്ടുവന്ന് ഇത് ഗ്രാമങ്ങളിൽ എല്ലാവർക്കും അക്കൗണ്ടായി. ഇപ്പം ഇന്ത്യയിൽ ഏത് ഗ്രാമത്തിൽ പോയാലും ഗൂഗിൾ പേയും UPI ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ കാരണം മോദി കൊണ്ടുവന്ന ജൻധൻ സ്കീമാണ്. ഈ ബാങ്ക് അക്കൗണ്ട് ഈ ഗ്രാമവാസികൾക്ക് കിട്ടി. അവർക്കതിൽ ഭയങ്കര സംഭവമായി മാറി. കാരണം അതേ തുടർന്ന് ഇവർക്ക് ലോൺ കിട്ടാൻ തുടങ്ങി. അതായത് കാർഷിക ലോൺ. നേരത്തെ ഇവരെങ്ങനെയാണ് ലോൺ എടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? കാരണം ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവർ നേരത്തെ പണം കൃഷി ചെയ്യാൻ മേടിച്ചത് വൻ പലിശക്കാണ്. ഈ പലിശയ്ക്ക് സാധനം എടുത്തിട്ട് ഇവർ കൃഷി ചെയ്യുമ്പോൾ അധികം ഇവർക്ക് നഷ്ടമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് ഇന്ത്യയിൽ അഗ്രികൾച്ചർ ഫാമിങ്ങിൽ പ്രശ്നമില്ലാതെ, കാരണം ഇവൻ കൊടുക്കുന്ന സാധനത്തിന് അവന് വില കിട്ടുന്നുണ്ട്. കാരണം ഇതേപോലെ പലിശ കൊടുക്കണ്ട, ബാങ്കുമായിട്ട് നേരിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്തത്, നമ്മൾ ഈ നാഷണൽ ഹൈവേയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ റൂറൽ റോഡിൻ്റെയും കാര്യം പറയണം. അതായത് ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാമത്തിലോട്ട് പോകാൻ വേണ്ടി മിനിമം എടുക്കുന്ന 25, 30, 40 കിലോമീറ്ററാണ്. ഈ റോഡൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് നോർമൽ ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ജീപ്പും ബലോറയും വണ്ടി എടുക്കുന്നത്. അതായത് ആ റോഡുകൾ പല സ്കീമിൽ, പ്രധാനമന്ത്രിയുടെ സ്കീമും മറ്റുള്ള സ്കീമിലൊക്കെ ഉൾപ്പെടുത്തി, റൂറൽ റോഡിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തി പെട്ടെന്ന് നല്ല റോഡ്, 2 വണ്ടിക്ക് പോകുന്ന റോഡായി. ഈ പഴയ റോഡുകൾ ഇടയ്ക്ക് വെച്ച് എനിക്കും അറിയാവുന്നതാണ്, പലയിടത്തും വെച്ച് കട്ടായിട്ട് പോകും. എന്നിട്ട് ഈ കർഷകരെ ഈ സാധനം ചുമന്ന് പോകുന്ന എത്രയോ വില്ലേജുകൾ ഞാൻ കണ്ടു. 10-20 കിലോമീറ്റർ ചുമന്നുകൊണ്ടും കെട്ടുവണ്ടിയും വെച്ചാണ് ഇവർ പോകുന്നത്. കാരണം ഈ പറയുന്ന ട്രാക്ടർ പോലും ഓടാൻ പറ്റാത്ത സ്ഥിതിയാണ് പലയിടത്തും. അവിടെയാണ് റൂറൽ റോഡുകൾ ഉണ്ടായി കൊടുത്തത്. അവിടെയാണ് കർഷകന് അവൻ ഉണ്ടാക്കുന്ന സാധനം, അവൻ്റെ ഉൽപ്പാദനം പെട്ടെന്ന് അടുത്ത സിറ്റിയിലോട്ട് പോകുന്നു, അത് വിൽക്കുന്നു, അവന് പണം കിട്ടുന്നു.
ഇതൊക്കെ പറയുമ്പോൾ ഈ കൃഷി ചെയ്യാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങി ജീവിക്കുന്ന മലയാളിക്ക് ഇത് ബോധം വരത്തില്ല. കാരണം എന്നേ നീ കൃഷി ഉപേക്ഷിച്ചു. കാരണം വാളയാറ് വിട്ട് പോയ മലയാളികൾ വളരെ വളരെ കുറവാണ്. അതിൻ്റെ പേരിൽ ആണ് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ ആണെങ്കിലും വെസ്റ്റേൺ ഇന്ത്യ ആണെങ്കിലും മോദിക്ക് വോട്ട് ചെയ്യുന്നത്. കാരണം അവൻ്റെ ലൈഫ് മാറ്റിക്കൊടുത്തു മോദി. ഞാൻ ചില പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. അതിനകത്ത് മുദ്രാ ലോണിൽ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ഈ ഗ്രാമത്തിലുള്ളവരൊന്നും അവിടെയുള്ള സിറ്റികളിൽ പോകാറില്ല. അവരൊന്നും അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി ഏതാന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവരുടെ ലൈഫ് മുഴുവനും ഗ്രാമത്തിൽ. അവരുടെ മക്കളോ ഒരാൾ ചിലപ്പോൾ പട്ടാളത്തിൽ കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയായിട്ട് എവിടെയെങ്കിലും പോവുകയാണ്. അവരൊക്കെ സിറ്റികളിലോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. കാരണം വഴികളുണ്ടായി, അവർക്ക് പണം കിട്ടാൻ തുടങ്ങി, അവർക്ക് ലോൺ ഗവൺമെൻറ് കൊടുത്തു. ഇത് അവരുടെ ലൈഫ് അങ്ങ് മാറി. ഇത് യാഥാർത്ഥ്യമാണ്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അവരുടെ പഴയ ലൈഫ് എന്തായിരുന്നു, അവൻ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്. കാരണം വസ്ത്രം ഇടാൻ അവൻ്റെ ബേസിക്കലി അവൻ്റെ പണമില്ല. ഇപ്പോഴവൻ്റെ സാമ്പത്തിക ഭദ്രതയായിട്ട് കയറി വന്നു. അവൻ്റെ മക്കളെ മുഴുവൻ അവൻ സ്കൂളുകൾ വിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമൊക്കെ വില്ലേജുകളിൽ പോകാൻ നേരത്ത് വീട്ടിൽ 3-4 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രമേ സ്കൂളിൽ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം അവൻ്റെ പണമില്ല. ഇന്ന് അവൻ്റെ എല്ലാ മക്കളെയും അവൻ്റെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് മാറ്റമാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മലയാളികളെ, പ്രബുദ്ധ മലയാളികൾ, ചുമ്മാ ഉള്ള വാക്കാണ് വെറുതെ ഉപയോഗിക്കുന്നത്. ഇത് ബേസിക്കലി മലയാളിക്ക് പ്രബുദ്ധതയും കോപ്പുമൊന്നുമില്ല. കാരണം പോയി കണ്ട് മനസ്സിലാക്കണം. ഞാൻ ഈ കണ്ട കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, നേരിട്ടറിയണം എനിക്ക്. അപ്പം അങ്ങനെ പോയി എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിത് പറയുന്നത്. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ, മഹാത്മജി പറഞ്ഞ ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടായി. ഈ ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം ഇന്ന് കേരളത്തിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ വലിയ കർഷക പ്രേമം പറയുന്നുണ്ടല്ലോ, ഇവൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ പണക്കാരായ ചില കർഷകൻ ഡൽഹി വന്ന് സർദാർമാർ സമരം ചെയ്തപ്പോൾ നിങ്ങൾ പിന്തുണ ഉണ്ടാക്കാൻ പോയി. അന്ന് യഥാർത്ഥ കർഷകനെ പോയി കാണണം. അവൻ്റെ ജീവിതം കണ്ടാലേ മനസ്സിലാവും. അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഉറപ്പായിട്ടും മോദി കൊണ്ടുവന്നതാ. 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ഒരു കോപ്പും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതാണ് സിമ്പിളായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്.